വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ മാസം 24-ാം തീയതിയാണ് ഏവരെയും ഞെട്ടിച്ച അധികം കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവം അരങ്ങേറിയത്. ഒരു സാധാരണക്കാരിയെ പോലെ അമ്പലക്കുളങ്ങര നെട്ടൂർ റോഡിലെ കുറ്റിയൂർ ചന്ദ്രയുടെ വീട്ടിലേക്ക് രാത്രി കയറി വന്ന സ്ത്രീ ആരാണെന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരും പോലീസുമെല്ലാം. അത്യാവശ്യമായി ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു ചന്ദ്രയുടെ അടുത്തേക്ക് യുവതി എത്തിയത്. സഹായം ചോദിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മ മറിച്ചൊന്നും ചിന്തിച്ചില്ല. തുടർന്ന് വീട്ടമ്മ പുറത്ത് ബാത്റൂം ഉണ്ടെന്നും അത് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞു. വിരൽ ചൂണ്ടി പുറകോട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ നേരം ഇരുട്ടിയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും ഒന്ന് കൂടെ വരുമോ എന്നും യുവതി ചോദിച്ചു. രാത്രിയായതു കാരണം ഭയം മൂലമാകാമെന്നു കരുതി ശുചിമുറിയുടെ അടുത്തേക്ക് വീട്ടമ്മയും കൂടെ പോയി. തുടർന്ന് യുവതി ശുചിമുറിയിൽ കയറി വാതിലടച്ചു. ചന്ദ്ര ചേച്ചി പുറത്ത് നിൽക്കുകയും ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യുവതി പുറത്തേക്ക് വന്നു. എന്നാൽ വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയ യുവതിയെ കണ്ട് വീട്ടമ്മ ഞെട്ടിത്തരിച്ചു പോയി. അകത്തേക്ക് പോയ ആളായിരുന്നില്ല പുറത്തേക്ക് വന്നത്. മുഖഭാവമെല്ലാം മാറി കയ്യിലൊരു കത്തി പിടിച്ചാണ് യുവതി പുറത്തേക്ക് എത്തിയത്. ഇത് കണ്ട വീട്ടമ്മ ആകെ ഞെട്ടിത്തരിച്ചു. തുടർന്ന് യുവതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും വീട്ടമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അഴിച്ചെടുക്കുകയുമായിരുന്നു. എന്നാൽ മാല അഴിച്ചെടുക്കുന്നത് കണ്ടതോടെ വീട്ടമ്മ ബഹളം വെക്കുകയായിരുന്നു. ബഹളം കേട്ടതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും ചെയ്തു. തുടർന്ന് തന്റെ കത്തിപ്രയോഗം ഏറ്റില്ലെന്ന് കണ്ടതോടെ യുവതി ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി വിശദമായി പരിശോധിച്ചതോടെ മാല വീട്ടുമുറ്റത്ത് തന്നെ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ പഞ്ഞിക്കിടുമെന്ന് കരുതി പേടിച്ച് ഓടിപ്പോകുന്നതിനിടെ താഴെ വീണ മാല എടുക്കാനൊന്നും യുവതി മുതിർന്നില്ല. എന്നാൽ പോലീസ് CCTVയും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടുകയും ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനിയായ സോഫിയ ഖാൻ എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം കുറ്റ്യാടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എന്തായാലും യുവതികളും ഇത്തരത്തിൽ വ്യത്യസ്തമായ മോഷണ ശൈലികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.